അപ്പോൾ ഇന്ന് നമുക്ക് കാലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ട്ടോ. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുന്നിരുന്നു ട്ടോ. ഞാനിപ്പോൾ ഈ നമ്മുടെ വാഷിംഗ് മെഷീനിലും ഉപയോഗിക്കുന്ന ലിക്വിഡ് അതേപോലെ കംഫർട്ടൊക്കെ ഇതുപോലെ പാക്ക് പോലെ വരുന്നതാണ് ട്ടോ വാങ്ങാറ്. കാരണം നമുക്ക് ബോട്ടിൽ വാങ്ങിയിട്ട് വെറുതെ പൈസ നഷ്ടമാണ് ട്ടോ. അത് വാങ്ങിച്ചിട്ട് എന്തായാലും നമ്മൾ പഞ്ചായത്തിന് കൊടുക്കല്ലേ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഞാൻ ഇതുപോലെ ബിഗ് ഷോപ്പറൊക്കെ എടുത്ത് വെക്കൂട്ടോ. എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരും. അതല്ലാതെ നാശമായതൊക്കെ ആണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ളത് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ സാധനങ്ങളൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഈ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെറുത് 2 ഇതുപോലെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇന്ന് ഷാനാക്കി കൊണ്ടുപോകാൻ ഇതുപോലെ ഒരു ബ്രെഡ് പോലത്തെ ഒരു സ്നാക്സ് വാങ്ങിച്ചേക്കാൻ കേട്ടോ, ചോക്ലേറ്റിൻ്റെ. അപ്പം അതും ഞാൻ ആ ഒരു ബോക്സിലാക്കി വെച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ നെയ്ച്ചോറ് ഒക്കെ ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാമല്ലോ പറഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ബർക്കത്തിൻ്റെ അരിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വാങ്ങിച്ചു വെക്കും. ഓരോ കിലോ കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെക്കാൻ നോക്കുമ്പോൾ എടുക്കാമല്ലോ വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പഴയതുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒന്ന് വാങ്ങിച്ച് മിക്സ് ചെയ്ത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുക്കുന്ന സമയം ഈ ഒരു അരി എടുത്തിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അതും റീസ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതാ ഷാനാക്കി സ്കൂൾക്ക് പോകാനായിട്ട് രാവിലെ ചോറ് കൊണ്ടുപോകുന്ന കാരണം തന്നെ നമ്മൾ നേരത്തെ തന്നെ ചോറൊക്കെ കുക്കറിൽ വെക്കും കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളും വേഗം നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ മിന്നൂസ് നല്ല ഉറക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം പണി തീർക്കാം. എഴുന്നേറ്റ് വന്നാലും വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമുക്കിന്ന് ചോറിന് ഇനിയിപ്പോൾ കറികളൊന്നും വേണ്ട കേട്ടോ. തലേ ദിവസം ചെമ്മീൻ വാങ്ങിച്ചിട്ട് അത് റോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഗ്രേവിയും പിന്നെ പീസൊക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ളതും കൂടി ആയിട്ടോ. അപ്പം ഇന്ന് കാലത്ത് പുട്ടുണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. തലേ ദിവസം വരുമ്പോൾ ചെറുപഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഷോപ്പിൽ പോകുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെക്കും. അപ്പം പിന്നെ പിറ്റേ ദിവസത്തിന് നമുക്ക് എന്തായാലും പുട്ടുണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ചെറുപഴം ഒരുപാട് ഇരിക്കില്ലല്ലോ. അപ്പോൾ ഇതാ പുട്ടിനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കുഴച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ചൂട് വെള്ളത്തിലാണ് കേട്ടോ ഞാൻ പൊടിയൊക്കെ കുഴച്ച് വെക്കാറ്. അപ്പം പിന്നെ അതിലായിട്ടുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ചിരവി അവിടെ വേഗം കണ്ട് നീറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുട്ടിൻ്റെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടുകുറ്റിയുടെ പ്രത്യേകത ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സൈഡ് ഇങ്ങനെ പൊട്ടിയ കാരണം ആവിയൊക്കെ പുറത്തോട്ട് പോകും കേട്ടോ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ വെക്കും. മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. 2 ചായപാത്രം, അതിലൊന്ന് പാല് മിന്നൂസിന് കാച്ചിയതും പിന്നെ ചായ വെച്ചതും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം അപ്പം തന്നെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ സീൻ കഴിഞ്ഞല്ലോ. അപ്പോൾ എന്നെ അന്വേഷിച്ച ഒരാളത് ഉറങ്ങി എഴുന്നേറ്റ് ഹാളിൽ പോയതാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് കാണാതെ അപ്പോൾ കിച്ചണിൽ വന്ന് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ.